ദൈവത്തിൻ്റെ വന്യനാമം വാഴ്ത്തപ്പെടട്ടെ. ഇന്ന് ഇയ്യോബിൻ്റെ പുസ്തകത്തിലെ അവസാന ഭാഗമായ 40 മുതൽ 42 വരെയുള്ള അധ്യായങ്ങളാണ് വായനയ്ക്കായി ഉള്ളത്. ഇയ്യോബിൻ്റെ പുസ്തകം വായിച്ചു തീർക്കുവാനും അതിലെ സമ്മറി കേൾക്കുവാനും നമ്മെ സഹായിച്ച പരിശുദ്ധാത്മാവിന് സ്തോത്രം. ഇയ്യോബ് 40-ാമത്തെ അധ്യായത്തിൽ ദൈവം വീണ്ടും ഇയ്യോബിനോട് സംസാരിക്കുന്നു. ഇയ്യോബ് തൻ്റെ കുറവ് തിരിച്ചറിഞ്ഞ് മിണ്ടാതിരിക്കുന്നു. ദൈവം ബെഹേമോത്ത് അഥവാ നദീഹ എന്ന ശക്തിയേറിയ ജീവിയെക്കുറിച്ച് വിവരിക്കുന്നു. മനുഷ്യനെ നിയന്ത്രിക്കാൻ കഴിയാത്ത ശക്തിയാണ് അത്. ഇതിലൂടെ ദൈവത്തിൻ്റെ മഹത്വം വ്യക്തമാക്കുന്നു. ദൈവത്തിൻ്റെ മുമ്പിൽ വിനയം അനിവാര്യമാണ്. മനുഷ്യന് ദൈവത്തോട് മത്സരിക്കാൻ കഴിയില്ല. സ്വന്തം പരിധികൾ തിരിച്ചറിയുക ആത്മീക വളർച്ചയുടെ തുടക്കമാണ്. ദൈവത്തിൻ്റെ മഹത്വം നാം അംഗീകരിക്കണം. ദൈവത്തെ ചോദ്യം ചെയ്യുന്നതിനേക്കാൾ വിനയത്തോടെ സമീപിക്കണം. എല്ലാം മനസ്സിലാക്കാൻ കഴിയില്ല. ദൈവത്തിൽ സമർപ്പണം സമാധാനം നൽകും. ദൈവത്തിൻ്റെ അധികാരം നാം അംഗീകരിക്കണം. ഇയ്യോബ് 41 ദൈവം ലേവിയാഥാൻ അഥവാ മഹാനക്രം എന്ന ശക്തിയേറിയ ജീവിയെക്കുറിച്ച് പറയുന്നു. മനുഷ്യനതിനെ പിടിക്കുവാനോ നിയന്ത്രിക്കുവാനോ കഴിയില്ല. അതിൻ്റെ ശക്തിയും ഭയങ്കരതയും വിവരിക്കുന്നു. ദൈവം മാത്രമാണ് അതിനെ നിയന്ത്രിക്കുന്നത്. ഇതിലൂടെ ദൈവത്തിൻ്റെ പരമാധികാരം കാണിക്കുന്നു. ലെവിയാഥാൻ മനുഷ്യനെ നിയന്ത്രിക്കാൻ കഴിയാത്ത ശക്തികളെ സൂചിപ്പിക്കുന്നു. ദൈവം എല്ലാറ്റിനുമേൽ അധികാരമുള്ളവനാണ്. ഭയപ്പെടേണ്ടതില്ല. ദൈവത്തിൽ വിശ്വാസം വേണം. അവനെല്ലാം നിയന്ത്രിക്കുന്നു. ജീവിതത്തിൽ നിയന്ത്രിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകും. എന്നാൽ ദൈവം നിയന്ത്രണത്തിലാണ്. ഭയത്തിന് പകരം വിശ്വാസം വേണം. ദൈവത്തിൽ ആശ്രയിക്കുക. അവിടുന്ന് നമുക്ക് ആവശ്യമായ സുരക്ഷ നൽകും. 42-ാമത്തെ അധ്യായത്തിൽ ഇയ്യോബ് ദൈവത്തിൻ്റെ മുൻപിൽ മാനസാന്തരപ്പെടുന്നു. ദൈവത്തിൻ്റെ മഹത്വം അംഗീകരിക്കുന്നു. ഇയ്യോബിൻ്റെ സുഹൃത്തുക്കളെ ദൈവം ശാസിക്കുന്നു. അവർ ഇയ്യോബിനോട് പ്രാർത്ഥിക്കണമെന്ന് പറയുന്നു. അവസാനം ദൈവം ഇയ്യോബിനെ അനുഗ്രഹിച്ച് അവന് നഷ്ടപ്പെട്ടതിനെയെല്ലാം ഇരട്ടിയായി പുനഃസ്ഥാപിക്കുന്നു. മാനസാന്തരവും വിനയവും ദൈവസന്നിധിയിൽ പ്രധാനമാണ്. ദൈവം വിശ്വസ്തരായവരെ ഉയർത്തുന്നു. കഷ്ടതകൾക്ക് ശേഷം അനുഗ്രഹം വരാം. ദൈവം കരുണയുള്ളവനാണ്. തെറ്റുകൾ തിരിച്ചറിഞ്ഞ് ദൈവത്തെങ്കിലേക്ക് മടങ്ങി വരണം. ദൈവം നമ്മെ പുനഃസ്ഥാപിക്കുന്നവനാണ്. കഷ്ടതകളിൽ വിശ്വാസം നഷ്ടപ്പെടുത്തരുത്. ദൈവത്തിൻ്റെ സമയത്ത് അനുഗ്രഹം വരും. ചിന്തിക്കുവാൻ 2 ചോദ്യങ്ങൾ. ദൈവത്തിൻ്റെ മുൻപിൽ ഞാൻ വിനയത്തോടെ പ്രതികരിക്കുന്നുണ്ടോ? കഷ്ടതകൾക്ക് ശേഷം ദൈവത്തിൻ്റെ പുനഃസ്ഥാപനം ഞാൻ വിശ്വസിക്കുന്നുണ്ടോ? ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.